നമസ്കാരം. 7 വർഷം മുൻപ് +1 പഠിക്കുന്ന കാലത്ത് താൻ പീഡനത്തിന് ഇരയായി എന്ന 23-കാരിയുടെ പരാതിയിൽ സഹപാഠിയെ പോലീസ് ഉടനടി അറസ്റ്റ് ചെയ്തു. നാരങ്ങാനം കടമനിട്ട അന്ത്യാളൻകാവ് കാഞ്ഞിരത്തോലിൽ വീട്ടിൽ സുമേഷ് സുനിലാണ് അറസ്റ്റിലായത്. 24 വയസ്സാണ്. യുവതിയുടെ മൊഴിപ്രകാരം ബലാത്സംഗത്തിനും മാനഹാനിപ്പെടുത്തിയതിനും പോക്സോ IT നിയമപ്രകാരവുമാണ് ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ ഇരുവരും ഒരുമിച്ച് പഠിച്ചവരാണ്. നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതായും കൈവശപ്പെടുത്തിയ തന്റെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതായും യുവതി മൊഴിയിൽ പറയുന്നു. +1 പഠിക്കുമ്പോഴാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇയാൾ ഫോൺ വിളിക്കാനും വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാനും തുടങ്ങിയത്. അമ്മയുടെ ഫോണാണ് അന്ന് പെൺകുട്ടി ഉപയോഗിച്ചത്. 2018 ജനുവരിയിലെ ഒരു ശനിയാഴ്ചയാണ് പീഡനത്തിന് തുടക്കം. സ്കൂളിൽ ക്ലാസ് ഇല്ലാത്ത സമയം ട്യൂഷൻ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് കല്യാണം കഴിക്കാമെന്ന് വാക്കു നൽകിയ ശേഷം കമ്പ്യൂട്ടർ ലാബിലെ തിണ്ണയിൽ വച്ച് പ്രതി ബലം പ്രയോഗിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഈ ചിത്രങ്ങളുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്നീട് പലതവണ 2019 വരെയുള്ള കാലയളവിൽ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ പീഡനം നടന്നു. കുട്ടിയുടെ പക്കൽ നിന്നും ഫോൺ വഴി നഗ്ന ഫോട്ടോകൾ അയച്ചു വാങ്ങുകയും ഇവ കാണിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുന്നത് തുടരുകയും ചെയ്തുവെന്നാണ് മൊഴി. 2023 വരെ ഫോണിലൂടെ ബന്ധം തുടർന്നുവെന്നും പ്രതി മറ്റൊരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നതായി അറിഞ്ഞപ്പോൾ പിണങ്ങി പിന്മാറിയെന്നും യുവതി മൊഴി നൽകി. ഫോണിൽ വിളിച്ച് നഗ്നചിത്രങ്ങളുടെ പേരിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു. 1 വർഷമായി മറ്റൊരു യുവാവുമായി താൻ അടുപ്പത്തിലായത് അറിഞ്ഞ പ്രതി ചിത്രങ്ങളും ദൃശ്യങ്ങളും അയാൾക്ക് അയച്ചു കൊടുത്തുവെന്നും മറ്റും പത്തനംതിട്ട വനിതാ സ്റ്റേഷനിൽ യുവതി മൊഴി നൽകി. ജില്ലാ ക്രൈംബ്രാഞ്ച് SI KS ധന്യ മൊഴി രേഖപ്പെടുത്തി. തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ VS പ്രവീണിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതി തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ SI വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അവിടെയെത്തി അന്വേഷണം നടത്തി. ടെക്നോ പാർക്കിലെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് സമീപത്ത് നിന്ന് കണ്ടെത്തി. പിടികൂടി മെഡിക്കൽ പരിശോധന നടത്തി സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും പെൻഡ്രൈവിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചത് പ്രകാരം വീട്ടിലെത്തി ഇത് പോലീസ് കണ്ടെടുത്തു. വൈദ്യപരിശോധനയ്ക്കും തുടർ നടപടികൾക്കും ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതലായി ചോദ്യം ചെയ്യും.